AMOLED ഇതാണ് ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഡിസ്പ്ലേ ടെക്നോളജി. 1,00,000 രൂപ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ എടുത്താൽ അതിലെ ഡിസ്പ്ലേ AMOLED തന്നെയായിരിക്കും. പക്ഷേ 2,00,000 രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു വലിയ TV എടുത്താൽ അത് AMOLED അല്ല, OLED ആയിരിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കൂ. ചെറിയ സ്ക്രീനിൽ പെർഫെക്റ്റായി വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജി എന്തുകൊണ്ടാണ് വലിയ സ്ക്രീനിൽ അസാധ്യമായി മാറുന്നത്? എന്തുകൊണ്ടാണ് ടെക്നോളജി വലിയ ഡിസ്പ്ലേയിൽ പിന്നിലോട്ട് പോയത്? അതോ നമുക്കറിയാത്ത ഒരു ഹിഡൻ പ്രോബ്ലം ഇവിടെയുണ്ടോ? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോംബസ് സയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. AMOLED എന്നത് എന്താണ്? OLED TV എന്താണ്? ഇവ രണ്ടും ഒന്ന് തന്നെയാണോ അതോ അവ തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ടോ? അതിലും പ്രധാനമായി എന്തുകൊണ്ട് OLED TV AMOLED TV എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്നില്ല? ആദ്യം നമുക്ക് AMOLED എന്താണെന്ന് വളരെ സിമ്പിളായി നോക്കാം. AMOLED എന്നത് ആക്റ്റീവ് മാട്രിക്സ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. OLED എന്നത് LED പോലുള്ള ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡിവൈസാണ്. ഇതിൽ ഇനോർഗാനിക് സെമി കണ്ടക്ടറിന് പകരം ഓർഗാനിക് കോമ്പൗണ്ട് ഉപയോഗിക്കുന്നു. അതിൽ എമിസീവ് ഇലക്ട്രോ ലൂമിനസെൻറ്റിൻ്റെ പാളി ഓർഗാനിക് കോമ്പൗണ്ട് കൊണ്ട് നിർമ്മിച്ച ഒരു ഫിലിമാണ്. ഇത് ഒരു വൈദ്യുത പ്രവാഹത്തിനുള്ള പ്രതികരണമായി പ്രകാശം പുറപ്പെടുവിക്കുന്നു. ഈ ജൈവപാളി അഥവാ ഓർഗാനിക് ഷീറ്റ് 2 ഇലക്ട്രോഡുകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്തരം ചെറു ജൈവപാളികളെ വേറെ വേറെ നിയന്ത്രിച്ച് ഓണാക്കാനും ഓഫാക്കാനും കഴിയുന്നു. സിമ്പിളായി പറഞ്ഞാൽ പിക്സൽ സൈസിലുള്ള ഈ ഓർഗാനിക് ഷീറ്റുകൾ സ്വന്തം ലൈറ്റ് ജനറേറ്റ് ചെയ്യും, ഒപ്പം അതിനെ നിയന്ത്രിക്കാനും കഴിയുന്നു. ട്രാൻസിസ്റ്റർ കപ്പാസിറ്റർ ഉൾക്കൊള്ളുന്ന ഒരു മാട്രിക്സ് അറേ, അതിനെ ആക്റ്റീവ് മാട്രിക്സ് എന്നാണ് വിളിക്കുന്നത്. ഇതുകൊണ്ട് പിക്സലുകളെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ടാണ് AMOLED എന്ന് വിളിക്കുന്നത്. LCD ഡിസ്പ്ലേയിൽ ഉള്ള പോലുള്ള ബാക്ക് ലൈറ്റ് ഇവിടെ വേണ്ട. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇക്കാരണം കൊണ്ട് AMOLED ഡിസ്പ്ലേക്ക് ഡീപ്പ് ബ്ലാക്ക്, ഹൈ കോൺട്രാസ്റ്റ്, വൈബ്രൻ്റ് കളേഴ്സ് ഇവ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ സ്ക്രീൻ തീരെ വണ്ണം കുറഞ്ഞതുമായിരിക്കും. അപ്പോൾ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. AMOLED ഡിസ്പ്ലേയിൽ ഓരോ പിക്സലിനും സ്വന്തം കൺട്രോൾ സിസ്റ്റമുണ്ട്. ഒരു ചെറിയ സ്വിച്ചായി ട്രാൻസിസ്റ്റർ പ്രവർത്തിക്കുന്നു. കപ്പാസിറ്റർ ചെറിയ സമയം ചാർജ് ഹോൾഡ് ചെയ്ത് പിക്സൽ ബ്രൈറ്റ്നസ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നു. ട്രാൻസിസ്റ്റർ ഓണാകുമ്പോൾ കറണ്ട് ഒഴുകി പിക്സൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോൾ കറണ്ട് നിലയ്ക്കുന്നു, അങ്ങനെ പിക്സൽ ഓഫ് ആകുന്നു. എമിഷൻ നിലയ്ക്കുന്നു, അതുമൂലം പെർഫെക്റ്റ് ബ്ലാക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ വലിയ ചോദ്യം വരുന്നു. ഇത്ര പെർഫെക്റ്റായ ടെക്നോളജി ആണെങ്കിൽ TV-കളിൽ AMOLED എന്ന പരസ്യം എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? സത്യത്തിൽ AMOLED TV-കളിൽ ഉപയോഗിക്കുന്നു. പക്ഷേ അവിടെ അത് ഡിഫറൻറ്റ് നൈമിംഗ് ആൻഡ് ഡിഫറൻറ്റ് ഇംപ്ലിമെൻറ്റേഷനാണ് നടത്തിയിട്ടുള്ളത്. ആ വ്യത്യാസം മനസ്സിലാക്കാൻ AMOLED ഡിസ്പ്ലേ എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കണം. AMOLEDൽ ഏതൊരു ഡിസ്പ്ലേയിലും എന്നതുപോലെ ഓരോ പിക്സലിനും 3 നിറങ്ങൾ വേണം: റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇവ ഓരോന്നും പ്രത്യേകമായി അടുത്തടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം. അതാണ് കടമ്പ. ഇതൊരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം. നിങ്ങളൊരു വലിയ മതിൽ പെയിൻറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. ഒരു കളർ മാത്രം ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ റോളർ ഉപയോഗിച്ച് അത് വളരെ ഈസിയായി ചെയ്യാൻ കഴിയും. പക്ഷേ ചെറിയ ചെറിയ റെഡ്, ഗ്രീൻ, ബ്ലൂ ഡോട്ട്സായി പെയിൻറ്റ് ചെയ്യണം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെൻസിൽ വേണ്ടി വരും. ഡിസ്പ്ലേ മാനുഫാക്ചറിങ്ങിൽ ഈ സ്റ്റെൻസിലിനെ ഫൈൻ മെറ്റൽ മാസ്ക് FMM എന്നാണ് വിളിക്കുന്നത്. OLED ഡിസ്പ്ലേ നിർമ്മാണത്തിൽ പ്രകാശം പുറപ്പെടുവിക്കുന്ന ജൈവ വസ്തുക്കൾ, ഓർഗാനിക് എമിസീവ് മെറ്റീരിയൽസ്, TFT ഉൾക്കൊള്ളുന്ന സബ്സ്ട്രേറ്റിന് മുകളിൽ കൃത്യമായി പിക്സൽ സ്ഥാനങ്ങളിൽ നിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അത്യന്തം സൂക്ഷ്മ ദ്വാരങ്ങളുള്ള ലോഹ മാസ്കാണ് FMM എന്നുള്ളത്. വാക്വം തെർമൽ എവാപ്പറേഷൻ VTE ഈ പ്രക്രിയ വഴി ജൈവവസ്തുക്കൾ ആവിയായി ഉയർന്ന്
FMMൻ്റെ ദ്വാരങ്ങൾ വഴിയാണ് സബ്സ്ട്രേറ്റിന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിലൂടെ പിക്സൽ സബ് പിക്സൽ പാറ്റേൺ ലഭിക്കുന്നു. ഇങ്ങനെയാണ് സബ്സ്ട്രേറ്റിന് മുകളിൽ ആവശ്യമുള്ള സ്ഥലത്ത് OLED മെറ്റീരിയൽസ് നിക്ഷേപിക്കപ്പെടുന്നത്. ഇവിടെ FMMനെ സ്റ്റെൻസിലായും OLED മെറ്റീരിയൽസിനെ സ്പ്രേ പെയിൻ്റായിട്ടും ഉപയോഗിക്കാം. ടി വിയുടെ സൈസ് വലുതാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ FMM എന്ന മാസ്ക് വളരെ വലുതാകും. FMM തിക്നെസ് തീരെ കുറവായിരിക്കും. ഏതാണ്ട് 10 മുതൽ 20 മൈക്രോമീറ്റർ വരെ മാത്രമേ അവയുടെ തിക്നെസ് ഉണ്ടായിരിക്കൂ. അത് വളരെ തിന്നായതിനാൽ അതിൻ്റെ തന്നെ ഭാരം മൂലം അത് താഴേക്ക് വളയും. ഇത് പിക്സൽ അലൈൻമെൻറ്റിനെ നശിപ്പിക്കും. അങ്ങനെ കളർ ബ്ലീഡിംഗ്, പിക്സൽ ഷിഫ്റ്റ് എന്നിവ സംഭവിക്കാം. ഇതുമാത്രമല്ല, റെഡ്, ഗ്രീൻ, ബ്ലൂ ഇവ പെർഫെക്റ്റ് അലൈൻമെൻറ്റിൽ വേണം ഡെപ്പോസിറ്റ് ചെയ്യാൻ. ഓരോ കളറും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും കൃത്യമായ അലൈൻമെൻറ്റ് ആവശ്യമാണ്. ഒരു ചെറിയ എറർ പോലും TV പോലുള്ള വലിയ സ്ക്രീനിൽ വളരെ പ്രകടമായി കാണും. ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈൽഡാണ്. TVയുടെ ഡിസ്പ്ലേ സൈസ് വലുതാകുമ്പോൾ ഡിഫക്റ്റിനുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാകും. ഒരു പ്രധാന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, പ്രോബ്ലം OLED അല്ല, പ്രോബ്ലം RGB പാറ്റേണിംഗ് ആണ്. അപ്പോൾ എന്താണ് കമ്പനികൾ ചെയ്തത്? അവർ പ്രോബ്ലം ഇഗ്നോർ ചെയ്തില്ല. മറിച്ച് RGB പാറ്റേണിംഗ് എന്ന ഫണ്ടമെൻ്റൽ ലിമിറ്റേഷൻ ഒഴിവാക്കുന്ന പുതിയ ആർക്കിടെക്ചർ സ്വീകരിച്ചു. എങ്ങനെയാണ് LG അവരുടെ OLED TVയിൽ ഇത് പരിഹരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. LG ഡിസ്പ്ലേ ഉപയോഗിക്കുന്ന WOLED ടെക്നോളജിയിൽ TFT സബ്സ്ട്രേറ്റിന് മുകളിൽ ഒരു വൈറ്റ് OLED ലെയർ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ ലെയർ എല്ലാ പിക്സൽസിനും വേണ്ട വൈറ്റ് ലൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. തുടർന്ന് ഈ ലൈറ്റ് റെഡ്, ഗ്രീൻ, ബ്ലൂ കളർ ഫിൽറ്റർ വഴി കടന്നു പോകുമ്പോൾ RGB സബ് പിക്സൽസ് രൂപപ്പെടുന്നു. കൂടാതെ ഫിൽറ്റർ ഇല്ലാത്ത ഒരു വൈറ്റ് സബ് പിക്സൽ കൂടി ഉപയോഗിക്കുന്നു. അതുമൂലം ബ്രൈറ്റ്നസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഇത് WRGB സ്ട്രക്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് വിരുദ്ധമായി സ്മാർട്ട് ഫോൺ AMOLED ഡിസ്പ്ലേകളിൽ ഓരോ സബ് പിക്സലും തന്നെ നേരിട്ട് റെഡ്, ഗ്രീൻ, ബ്ലൂ OLED മെറ്റീരിയൽ ഉപയോഗിച്ചാണ് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് സെപ്പറേറ്റ് കളർ ഫിൽറ്റേഴ്സ് അവിടെ ആവശ്യമില്ല. സാംസങ് ചെയ്തത് വേറൊരു രീതിയാണ്. അവർ ബ്ലൂ OLED മാത്രം ഉപയോഗിച്ചു. ഈ നീല വെളിച്ചം ഒരു ക്വാണ്ടം ഡോട്ട് പാളിയിലൂടെ കടന്നു പോകുന്നു. പ്രകാശത്തെ വ്യത്യസ്ത നിറങ്ങളാക്കി മാറ്റുന്നതിനായി ഈ സൂക്ഷ്മ അർദ്ധചാലക കണികകളെ നിർദ്ദിഷ്ട വലുപ്പങ്ങളിലേക്ക് ട്യൂൺ ചെയ്യുന്നു. റെഡ് സബ് പിക്സലുകൾ ഉണ്ടാകാൻ വേണ്ടി വലിയ ക്വാണ്ടം ഡോട്ടുകൾ ഉപയോഗിക്കുന്നു. നീല വെളിച്ചത്തെ ആഗിരണം ചെയ്ത് ശുദ്ധമായ ചുവന്ന വെളിച്ചമായി വീണ്ടും പുറത്തുവിടുന്നു. ഗ്രീൻ സബ് പിക്സലുകൾ ഇടത്തരം വലുപ്പമുള്ള ക്വാണ്ടം ഡോട്ടുകൾ ഉപയോഗിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതാണ്ട് 3 നാനോമീറ്റർ തൊട്ട് 5 നാനോമീറ്റർ വരെ ഉള്ളത്. ഇവിടെ നീല വെളിച്ചത്തെ പ്യുവറായിട്ടുള്ള ഗ്രീൻ ലൈറ്റാക്കി മാറ്റുന്നു. അതായത് വലുപ്പം വ്യത്യാസപ്പെടുന്ന ക്വാണ്ടം ഡോട്ടുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത നിറങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ബ്ലൂ സബ് പിക്സലുകൾ യഥാർത്ഥ നീല വെളിച്ചം ഒരു പരിവർത്തനവുമില്ലാതെ നേരിട്ട് കടന്നു പോകുന്നു. അങ്ങനെ ക്വാണ്ടം ഡോട്ട്സ് ഉപയോഗിച്ച് OLEDൽ നിന്നുള്ള ബ്ലൂ ലൈറ്റിനെ റെഡ്, ഗ്രീൻ എന്നിവയാക്കി കൺവേർട്ട് ചെയ്യുന്നു. ബ്ലൂ നേരിട്ട് വരുന്ന OLEDൽ നിന്നുള്ള ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. ഇരുവരും ചെയ്തത് സെയിം ഐഡിയയാണ്. RGB പിക്സൽസ് നേരിട്ട് വെവ്വേറെ ഓർഗാനിക് വസ്തുവിൽ നിന്നും നിർമ്മിക്കാൻ ശ്രമിച്ചില്ല. ഒരു കളർ മാത്രം ഉപയോഗിച്ച് അതിനെ പിന്നീട് ഒന്നുകിൽ കളർ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ ക്വാണ്ടം ഡോട്ട്സ് വഴി വ്യത്യസ്ത കളറുകൾ RGBകൾ സൃഷ്ടിച്ചു. ഇതാണ് OLED ഡിസ്പ്ലേ മൊബൈൽ ഫോണിലും TV ഡിസ്പ്ലേയിലും ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നതിലെ വ്യത്യാസം. LG ലൈറ്റിനെ ഫിൽറ്റർ ചെയ്യുന്നു. സാംസങ് ലൈറ്റിനെ മാറ്റി സൃഷ്ടിക്കുന്നു, റീക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ക്ലിയറായി കഴിഞ്ഞു. AMOLED ടെക്നോളജി വളരെ പവർഫുള്ളാണ്. അതിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡ് വലിയ സ്ക്രീനുകൾക്ക് സ്യൂട്ടബിൾ അല്ല. അതുകൊണ്ടാണ് സ്മാർട്ട് ഫോണിൽ AMOLED ബെസ്റ്റ് ആയത്.
ടി വികളിൽ OLED, QD OLED ഇവയാണ് ബെസ്റ്റ്. ടെക്നോളജിയിൽ എല്ലായ്പ്പോഴും ആബ്സല്യൂട്ട് ബെസ്റ്റ് എന്നൊന്നില്ല. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ബെസ്റ്റ് മാറും. സ്മോൾ സ്ക്രീൻ AMOLED ഈസ് ദ ബെസ്റ്റ്. ബിഗ് സ്ക്രീൻ OLED അല്ലെങ്കിൽ QD OLED. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ ക്യൂറിയസ്. താങ്ക് യു.